എല്ലാവർക്കും റൂട്ട് സെറ്റിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ആർഡിനോ ഉപയോഗിച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ റോബോട്ടുകൾ ഉണ്ടാക്കാമെന്നും സിമ്പിൾ പ്രോജക്റ്റുകൾ ഉണ്ടാക്കാമെന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും തുടക്കക്കാർക്കും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാനിത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ വളരെ രസകരമായ പ്രോജക്ട്സുകളും ട്യൂട്ടോറിയൽസും ഓരോ 3 ദിവസം കഴിയുമ്പോഴും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ പ്രോജക്റ്റുകൾ ചെയ്യാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ശരി, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ. ഹോബി പ്രോജക്റ്റുകളിലും DIY റോബോട്ടിക്സിലും വലിയൊരു തരംഗം സൃഷ്ടിച്ച ഒരു ടേണിംഗ് പോയിൻ്റാണ് ആർഡ്യൂനോ. ഇലക്ട്രോണിക്സിൻ്റെ ബേസിക്സ് ആയിക്കോട്ടെ, കോഡിംഗ് ആയിക്കോട്ടെ, എന്തു തന്നെയാണെങ്കിലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആർഡ്യൂനോ എന്ന് പറയുന്നത്. ആർഡ്യൂനോയിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് റോബോട്ട് എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറയുകയാണെങ്കിൽ റോബോട്ട് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. ഈ ഡിവൈസിന് ചുറ്റുമുള്ള കാര്യങ്ങൾ സെൻസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു ഡിസിഷൻ എടുക്കാനും എൻവയോൺമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യാനും പറ്റും. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ ഈ ഒബ്ജക്റ്റ് ട്രാക്കിംഗ് റോബോട്ട് തന്നെ നോക്കാം. ഈ റോബോട്ടിന് മുന്നിൽ ഒരു വസ്തുവിനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ വസ്തുവിനെ സ്വന്തമായി അത് ട്രാക്ക് ചെയ്ത് ഫോളോ ചെയ്യുന്നു. എങ്ങനെയായിരിക്കും ഈ ഒരു റോബോട്ട് അതിൻ്റെ മുന്നിൽ ആ ഒബ്ജക്റ്റിനെ ട്രാക്ക് ചെയ്ത് അതിൻ്റെ പുറകെ പോകുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റോബോട്ടിനെ ഒരു മനുഷ്യനെ പോലെ സങ്കല്പിക്കാം. നമ്മുടെ ബോഡിയിൽ സെൻസ് ഓർഗൻസ് ഉണ്ട്, ഇല്ലേ? നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, സ്പർശിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു, നാവ് കൊണ്ട് ടേസ്റ്റ് അറിയുന്നു, മൂക്ക് കൊണ്ട് മണം അറിയുന്നു, അല്ലേ? നമ്മുടെ ബോഡിയിലെ ന്യൂറോൺസ് ഈ സിഗ്നൽസിനെ കളക്ട് ചെയ്തിട്ട് നമ്മളെ ബ്രെയിനിലെത്തിക്കുന്നു. എന്നിട്ട് ബ്രെയിൻ ഈ സെൻസ് ഓർഗൻസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ശരീരത്തിലെ ഏത് ഭാഗം വെച്ചിട്ടാണോ റിയാക്ട് ചെയ്യേണ്ടത് ആ ഭാഗത്തിലേക്ക് നമ്മുടെ ബ്രെയിൻ സിഗ്നൽ അയക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കാലനക്കണമെങ്കിൽ കാലനക്കാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് കാലിൻ്റെ ആ മസിൽ ഗ്രൂപ്പിലേക്ക് പോകുന്നു. നമ്മുടെ ശരീരത്തിൽ നിന്നും ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകുന്നു. ഈ ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് നമ്മുടെ ജീവൻ നിലനിർത്താൻ സഹായിക്കുന്നു. പിന്നെ നമുക്കൊരു ബോഡിയുണ്ട്. ഈ ബോഡിയിലാണ് നമ്മുടെ മസിൽസും സെൻസേഴ്സും ന്യൂറോൺസും ഹാർട്ടും എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മനുഷ്യനെ പോലെ തന്നെയാണ് ഒരു റോബോട്ടും. നമ്മുടെ ബോഡി പോലെ തന്നെ റോബോട്ടിനും ഒരു ബോഡിയുണ്ട്. അതിനെ റോബോട്ട് ഷാസി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ റോബോട്ടിൻ്റെ ഫ്രെയിം. ഈ റോബോട്ട് ഷാസി അല്ലെങ്കിൽ ഈ റോബോട്ട് ഫ്രെയിമാണ് റോബോട്ടിന് വേണ്ട ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇതിനകത്താണ് നമ്മൾ സെൻസേഴ്സും ബാറ്ററിയും മൈക്രോ കൺട്രോളറും എല്ലാം നീറ്റായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വെക്കാനുള്ള സ്ഥലവും താങ്ങാനുള്ള ശക്തിയും ഒരു റോബോട്ട് ഷാസിക്ക് ഉണ്ടായിരിക്കണം. നമുക്ക് സെൻസ് ഓർഗൻസ് ഉള്ളതുപോലെ തന്നെ റോബോട്ടിനും സെൻസേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് ഇൻഫ്രാറെഡ് റേസ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫ്രാറെഡ് സെൻസേഴ്സ്, അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അൾട്രാസോണിക് സെൻസർ, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ സെൻസർ. ഇതുപോലെ ഒരുപാട് സെൻസേഴ്സ് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ റോബോട്ടിലേക്ക് ആഡ് ചെയ്യാം. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു റോബോട്ടിൻ്റെ ബോഡി ഉണ്ട്, സെൻസേഴ്സ് ഉണ്ട്, സെൻസേഴ്സിൻ്റെ ഇൻപുട്ട് ഉണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് പ്രോസസ്സ് ചെയ്യണ്ടേ? ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോസസ്സിംഗ് യൂണിറ്റ് യൂസ് ചെയ്യാം. അതിന് നമുക്ക് ഒരു ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനും പ്രവർത്തിക്കും വേണ്ടിയിട്ട് നമുക്ക് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ട്രാൻസിസ്റ്റർ ഇവ പോലുള്ള കമ്പോണൻസ് വെച്ചിട്ടുള്ള ലോജിക് സർക്യൂട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സും യൂസ് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ആർഡിനോയുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ എന്താണ് ആർഡിനോ? ആർഡിനോ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആർഡിനോ എന്താണെന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് ഇലക്ട്രോണിക്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് കാണാം. മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഇൻപുട്ട്, 2 ഔട്ട്പുട്ട്. ഇൻപുട്ട് എന്ന് പറയുന്നത് സെൻസേഴ്സിനെ പോലെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസസും, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോട്ടോഴ്സും LCD ഡിസ്പ്ലേയും പോലെ ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസുമാണ്. സാധാരണ നമ്മൾ സെൻസേഴ്സിൽ നിന്നും ഇൻപുട്ട് എടുത്ത് ലോജിക് സർക്യൂട്ട് യൂസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നു. ഈ പ്രോസസ്സിംഗ് സ്റ്റേജിലാണ് നമ്മൾ മൈക്രോ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്ന ആർഡിനോ ബോർഡ്സ് യൂസ് ചെയ്യുന്നത്. ഈ ആർഡിനോ ബോർഡുകളുടെ കൂട്ടത്ത് ഏറ്റവും ഫേമസ് ആയ ഏറ്റവും പോപ്പുലർ ബോർഡാണ് ആർഡിനോ യൂനോ. എല്ലാ ആർഡിനോ ബോർഡുകളിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് മൈക്രോ കൺട്രോളർ. ശരിക്കും പറഞ്ഞാൽ ഒരു മൈക്രോ കൺട്രോളറിനെ ഒരു കുഞ്ഞ് കമ്പ്യൂട്ടറായിട്ട് വേണമെങ്കിൽ കാണാം. ഈ മൈക്രോ കൺട്രോളറാണ് ഇൻപുട്ട് സിഗ്നലിനെ പ്രോസസ്സ് ചെയ്ത് സിഗ്നൽ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുന്നത്.
ആർഡിനോ എന്ന് പറയുന്നത് ആ ഒരു ബോർഡ് മാത്രമല്ല കേട്ടോ, ഇതിനൊരു സോഫ്റ്റ്വെയർ പാർട്ട് കൂടിയുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയർ പാർട്ടിനെ ആർഡിനോ IDE എന്ന് പറയുന്നു. IDE എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഈ ആർഡിനോ IDE എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. നിങ്ങൾക്കും വേണമെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണാം. ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ടെക്സ്റ്റ് എഡിറ്റർ പോലെയാണ്. ഇവിടെയാണ് നമ്മൾ ആർഡിനോ ബോർഡിന് വേണ്ട കോഡ് ടൈപ്പ് ചെയ്യുന്നതും കമ്പൈൽ ചെയ്യുന്നതും ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതും. ആർഡിനോ കോഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കോഡ് നമുക്ക് വേണമെങ്കിൽ C++ൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് കാണാം. ഇതിൽ ടൈപ്പ് ചെയ്യുന്ന കോഡ് മെഷീനിന് വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കി നമ്മൾ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഈ കോഡിനെയാണ് നമ്മൾ ആർഡിനോ സ്കെച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആർഡിനോ? ആർഡിനോ എന്ന് പറയുന്നത് ബേസിക്കലി 3 കമ്പോണൻസ് ആണ്. 1 മൈക്രോ കൺട്രോളറുള്ള ഈ ബോർഡ്, 2 പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആർഡിനോ IDE, പിന്നെ ആർഡിനോ സ്കെച്ച് അല്ലെങ്കിൽ കോഡ്. ഇത് 3ഉം ചേരുന്ന പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ആർഡിനോ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ എന്താണ് ആർഡിനോ എന്ന്? ഇനി ആർഡിനോ ഇത്രയും ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് നോക്കാം. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സാധാ USB കേബിൾ വെച്ചിട്ട് ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാനും പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാനും സാധിക്കുന്നു. ഈ ബോർഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന് ചുറ്റും കറുത്ത ഹോൾസ് കാണാം. ഈ ഹോൾസിനെ ഹെഡേഴ്സ് എന്ന് പറയുന്നു. സെൻസേഴ്സും അതുപോലെ ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസിനെയും വളരെ എളുപ്പത്തിൽ മൈക്രോ കൺട്രോളുമായിട്ട് കണക്ട് ചെയ്യാൻ ഈ ഹെഡേഴ്സ് യൂസ് ചെയ്യാം. ചില ബോർഡുകളിൽ ഇതിലൊരു എക്സ്റ്റേണൽ പവർ ജാക്ക് ഉണ്ടാവും. ഇതിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തോ DC അഡാപ്റ്റർ കണക്ട് ചെയ്തോ ഇതിന് പവർ ഓൺ ചെയ്യാം. സാധാ മൈക്രോ കൺട്രോളറിൻ്റെ പ്രോഗ്രാമിംഗ് വെച്ച് നോക്കുമ്പോൾ ആർഡിനോ IDE വെച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് വളരെ സിമ്പിളാണ്, എഫക്റ്റീവുമാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കോഡ് ടൈപ്പ് ചെയ്ത് ബോർഡും പോർട്ടും സെലക്ട് ചെയ്ത് നിഷ്പ്രയാസം 2 ക്ലിക്ക് കൊണ്ട് നമുക്ക് ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. DIY പ്രോജക്ട്സിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന 2 ബോർഡ്സ് ആണ് ഈ കാണുന്നത്. ഒന്ന് ആർഡിനോ, മറ്റേത് റാസ്ബെറി പൈ. ആർഡിനോ ഉപയോഗിച്ച് ചെയ്ത വളരെ രസകരമായ പ്രോജക്റ്റുകൾ കാണണമെങ്കിൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മസിൽസ് അല്ലെങ്കിൽ ആക്ച്വേറ്റേഴ്സ്. സെൻസേഴ്സിൽ നിന്നുമുള്ള സിഗ്നൽ നമ്മൾ ആർഡിനോ ഉപയോഗിച്ച് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഔട്ട്പുട്ട് സിഗ്നലിനെ മോട്ടോഴ്സ് അല്ലെങ്കിൽ മൂവിംഗ് പാർട്സിലേക്ക് അയക്കുന്നു. ഈ മോട്ടോഴ്സ് പോലെയുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസസിനെയാണ് ആക്ച്വേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ആക്ച്വേറ്റേഴ്സ് ആണ് റോബോട്ടിനെ ചലിക്കാനും വേറെ ഫിസിക്കൽ മൂവ്മെൻറ്റ്സിനും റോബോട്ടിനെ സഹായിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പവർ സോഴ്സ് ആണ്. ഒരു റോബോട്ടിൻ്റെ എല്ലാ കമ്പോണൻസിനും ലൈക്ക് സെൻസേഴ്സ്, മൈക്രോ കൺട്രോളേഴ്സ്, മോട്ടോഴ്സ് ഇവയ്ക്കെല്ലാം പവർ ചെയ്യാൻ പറ്റുന്ന ഒരു പവർ സോഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് റോബോട്ട് എന്താണെന്നൊരു ഐഡിയ കിട്ടി കാണുമല്ലോ, ഇല്ലേ? ഇനി നമുക്ക് സിമ്പിളായൊരു എക്സാമ്പിൾ നോക്കാം. ഈ കാണുന്നത് ഒരു സിമ്പിൾ ലൈൻ ഫോളോവർ റോബോട്ടാണ്. ഈ ലൈൻ ഫോളോവർ റോബോട്ട് IR സെൻസർ ഉപയോഗിച്ച് ലൈനിൻ്റെ കളർ ഡിറ്റക്ട് ചെയ്യുകയും ലൈനിൻ്റെ കളർ അനുസരിച്ച് ലൈൻ ഫോളോ ചെയ്യുന്നു. ഈ റോബോട്ടിൽ നമ്മൾ സർഫസിൻ്റെ കളർ ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സെൻസേഴ്സ് ഇൻഫ്രാറെഡ് സെൻസറാണ്. ഈ IR സെൻസറിൻ്റെ ഔട്ട്പുട്ട് ആർഡിനോ പ്രോസസ്സ് ചെയ്ത് ലൈൻ ഡിറ്റക്ട് ചെയ്യുന്നു. ലൈൻ അനുസരിച്ച് മൂവ് ചെയ്യാൻ ആർഡിനോ മോട്ടോഴ്സിന് സിഗ്നൽ കൊടുക്കുന്നു. മോട്ടോഴ്സ് അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. ഇതിനെയൊക്കെ പവർ ചെയ്യാൻ നമ്മളൊരു ബാറ്ററി യൂസ് ചെയ്യുന്നു. ബാറ്ററിയും കമ്പോണൻസും സെൻസേഴ്സും എല്ലാം നമ്മൾ ഇതിൻ്റെ ഫ്രെയിമിൽ വെക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും കമ്പോണൻസ് യൂസ് ചെയ്ത് റോബോട്ട് സ്വന്തമായി വഴി കണ്ടുപിടിച്ച് പോകുന്നു. ഇതാണ് റോബോട്ട്. നിങ്ങളുടെ വീട്ടിൽ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന റോബോട്ടാണ് ഈ ലൈൻ ഫോളോവർ റോബോട്ട്. ഈ ഒരു ലൈൻ ഫോളോവർ നിങ്ങൾക്ക് ആർഡിനോ ഉപയോഗിച്ചും അല്ലാതെയും ഉണ്ടാക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മുകളിലത്തെ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.